അതിനുശേഷം ഇവർ കിട്ടിയ 5 ദിവസം എല്ലാരും കൂടെ പക്കായിട്ട് ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ജിയോങ്ങും അവളെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവർക്ക് എല്ലാവർക്കും ഒരു മീറ്റിംഗ് വെച്ചെല്ലാം പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ അവസാനത്തെ റൗണ്ടിൽ ഒരു പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ ഇവരെ കൊണ്ട് ആ സൂപ്പ് ഉണ്ടാക്കി വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം വേണമെന്ന് പറയുമ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആദ്യമായിട്ടാണ് ഇവൾ വരച്ചേക്കുന്ന പടം കാണുന്നത്. അവിടെ എന്തോ സംഭവം ഒന്നുമില്ല, അവർക്കറിയത്തില്ല. അങ്ങനെ അതുകൊണ്ട് അത് പിന്നീട് നോക്കാന്ന് പറഞ്ഞ് ഇവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഇതേസമയം ചൈനക്കാരും ഇവരെ പോലെ തന്നെ പക്കാവായിട്ട് അവിടുന്ന് വീണ്ടും വീണ്ടും പാചകം ചെയ്തൊക്കെ ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി രാജാവാണ് ഇവൾ സത്യത്തിൽ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവന് പതുങ്ങിയൊക്കെ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവളാണ് ഇവനെ കണ്ടിട്ട് പുറത്താരാന്ന് പറഞ്ഞ് അവളെന്ന് നോക്കുമ്പം രാജാവ് ഒരു സെക്കൻഡ് പേടിച്ചിട്ട് ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടെ എന്ന് അവനോടും സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവള് രാജാവിനെ കണ്ട് അവൾക്ക് ഈ കാണുന്ന കുക്കറാണെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് അവനാണ് ഇതെന്തോ സാധനം എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ഇത് സയന്റിസ്റ്റിനെ കൊണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവിടെ അങ്ങനെയുള്ള കാര്യം ഉണ്ടോന്ന് ചോദിക്കുമ്പം രാജാവിന്റെ കൂടെയുള്ള വ്യക്തിയും ഇവിടെ മുമ്പ് ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു കണ്ടുപിടുത്തത്തിൽ കുറെ സാധനങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് അയാൾ ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് രാജ്യത്തിന്റെ പുറത്തുപോയി അയാൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രമേ ഇങ്ങനെ സാധനമൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം ഇതേക്ക് അവൾ സന്തോഷിത്തി എങ്കിൽ പിന്നെ അങ്ങോട്ടേക്കൊന്ന് വിളിച്ചോണ്ട് പോകാൻ ചോദിക്കും. അപ്പോഴാണ് രാജാവും ഇവൾക്കത് അത്രയ്ക്ക് ആവശ്യമാണ് എങ്കിൽ പിന്നെ അവൻ ഇവളുടെ കൂടെ വരാന്ന് പറയും. അങ്ങനെ രണ്ടുപേർക്കും ചെന്ന് ആ കുക്കറൊക്കെ വാങ്ങിച്ചോണ്ട് വരാന്ന് പറയുമ്പം മറ്റേ അയാളാണ് ഈ സമയത്ത് രാജാവ് കൊട്ടാരത്തിൽ നിന്ന് പോയിക്കോടെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ചെറിയ വിഷമത്തി അതൊക്കെ അറിയാം, ഞാൻ ചുമ്മാ ഒന്നും പറഞ്ഞതേ ഉള്ളു, എങ്കിൽ പിന്നെ നിനക്കൂട്ടിന് ഞാൻ വേറെ ഒരാളെ പറഞ്ഞയക്കാം എന്നിട്ട് അവന്റെ ചീഫ് സെക്രട്ടറിയെ ജിയോങ്ങിന്റെ കൂടെ പറഞ്ഞയക്കുമ്പോഴാണ് ഒരു സെക്കൻഡ് അവന് ഇവരുടെ സംസാരിക്കുന്ന കാണുമ്പോൾ കല്യാണം കഴിഞ്ഞ കപ്പിൾസിന് പോലെ ഫീൽ ആണ്. അതുകൊണ്ട് രാജാവ് മൊത്തത്തിൽ അസൂയപ്പെട്ട് അടുത്ത സെക്കൻഡ് തന്നെ ഇവരെ ചെന്ന് തടഞ്ഞു നിർത്തി അവൻ ഇവളുടെ കൂടെ പോയിക്കോളാന്ന് പറയും. അപ്പോഴാണ് ഇതേക്കുന്ന ചീഫ് സെക്രട്ടറിയും രാജാവ് കൊട്ടാരത്തില്ലെന്നറിഞ്ഞ പിന്നെ മൊത്തത്തിൽ പ്രശ്നമെന്ന് പറയുമ്പം ഇത് കേട്ട് അവനും അങ്ങനെ പ്രശ്നമാകാതിരിക്കാനാ ചീഫ് സെക്രട്ടറിക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ് അവനെ ചെന്ന് ആ കൊട്ടാരത്തി രാജാവ് പനിയായിട്ട് മുറി തന്നെ അടഞ്ഞടക്കുവന്ന് അവിടെ ഉള്ളവരോടൊക്കെ ചെന്ന് പാട്ടാക്കാൻ പറയും. അതുകൊണ്ട് സെക്രട്ടറി ഈ കാര്യം വന്ന് മറ്റേ അങ്ങേരോടൊന്ന് പറയുമ്പം അയാളാണ് പേടിച്ചിട്ട് രാജാവിനോട് പറഞ്ഞിട്ടും അങ്ങേര് ഇവിടെ നിന്ന് പോയോന്ന് പറഞ്ഞ് ഇവരൊക്കെ എങ്കിൽ പിന്നെ രാജാവ് ഇവിടെയുള്ള കാര്യം ആരും അറിയില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അസംബ്ലി ചെയ്യുന്ന സ്ഥലമൊക്കെ അടച്ചിട്ടിട്ട് രാജാവിന് പനിയാന്ന് പറയുമ്പം ഇത് കേട്ട് ബാക്കി മന്ത്രിമാരൊക്കെ ഇന്നലെ രാജാവിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവരൊക്കെ സംശയപ്പെടുമ്പം ഇവരൊക്കെ പെട്ടെന്ന് പനി വന്നെന്ന് പറഞ്ഞ് ആ മന്ത്രിമാര് പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഇതേസമയം രാജാവ് അവരുടെ കൂടെ തന്നെ നടന്ന് രാജ്യത്തിന്റെ പുറത്തേക്ക് ചെല്ലുമ്പം അവനെ കൊണ്ട് ഇനി നടക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് ഇതേക്കുന്ന ജിയോങ്ങും രാജാവ് അവിടെ ചെന്നിട്ട് അങ്ങേരോട് ഞാൻ ആ രാജാവ് ഈ കുക്കർ ഉണ്ടാക്കി തട പട്ടി എന്നൊക്കെ പറഞ്ഞ അയാൾ മേടിച്ച് കണ്ട വഴിക്ക് ഓടുന്ന് പറഞ്ഞ് ഇവനെ രാജാവായിട്ട് അവിടെ നിന്ന് കാണിക്കില്ലെന്ന് പറയുമ്പം ഇതേക്കുന്ന അവനും ഒരു രാജാവിന് രാജാവായിട്ട് കാണിക്കാതെ പിന്നെ എന്ത് തേങ്ങയാ കാണിക്കേണ്ടതെന്ന് പറഞ്ഞ് അവന് തർക്കം ചെയ്യുമ്പോ തന്നെ അവൾക്ക് വേണ്ടി അവസാനം ഇവനും രാജാവെന്ന് പറയത്തില്ലെന്ന് സമ്മതിക്കും. ഇതേസമയം കൊട്ടാരത്തി എങ്ങനെയൊക്കെ ഈ പ്രിൻസ് ജീസാനാണ് അവിടെ എന്തോ സംഭവിക്കുന്നതെന്ന് കണ്ടെത്തും. അങ്ങനെ അതുകൊണ്ട് തന്നെ രാജാവ് കള്ളം പറഞ്ഞ് പുറത്ത് ആ പാചകം ചെയ്യുന്ന ജിയോങ്ങിന്റെ കൂടെ പോയേക്കുവന്ന് ഇയാൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ ചാൻസ് മുതലെടുത്ത് ചീഫ് കുക്കായിട്ടുള്ള ജിയോങ്ങിനെ കൊല്ലുവാണ്. പിന്നെ മത്സരത്തിൽ രാജാവും തോറ്റുവെന്ന് അറിഞ്ഞ് ഇയാള് രാജാവാകാൻ വേണ്ടി ഇപ്പൊ ജിയോങ്ങിനെ കൊല്ലാൻ വേണ്ടി ആൾക്കാരെ പറഞ്ഞേക്കും. കാരണം അവളില്ലെങ്കിൽ എന്തായാലും ഇവർ തോറ്റുപോകും. കാരണം ആ ചൈനക്കാർ അത്രയ്ക്കും ടാലന്റഡ് ആണ്. ഇതേസമയം ഇവരെല്ലാരും കൂടെ സയന്റിസ്റ്റിന്റെ വീടെത്തി അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് അവിടുത്തെ ഗേറ്റിനകത്ത് ആരകത്തേക്ക് കയറുവരില്ലെന്ന് പറഞ്ഞ് എഴുതിയിട്ടേക്കും. ഇത് കാണുന്ന രാജാവും ഒരു രാജാവിനെ തടയാൻ ഇവനാരാന്നറിഞ്ഞ് അവൻ ദേഷ്യത്തി പെട്ടെന്ന് ഓടിച്ചെന്ന ഡോറ് തുറക്കുമ്പോഴാണ് ഇവരുടെ ഫ്രണ്ടി ഒരു ക്യാനോൻ നിൽക്കുന്ന കാണുന്നത്. അതോടെ അവളാണ് പേടിച്ച് നമ്മളൊക്കെ ചത്തേന്ന് പറഞ്ഞ് അവരൊക്കെ മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പം അവസാനം അതിന്ന് വരുന്ന ഉണ്ടയൊന്നുമല്ല പൊരിയാണ്. പക്ഷെ ഇവരുടെയൊക്കെ ജീവനെല്ലാം പറ്റുമെന്ന് പേടിച്ച് രാജാവാദ്യ സുരക്ഷയായിട്ട് നോക്കുന്ന ജിയോങ്ങിനെയാണ്. അങ്ങനെ അതുകൊണ്ട് അവളും കുറച്ചൊക്കെ ടച്ചായി പോകും. അതിനുശേഷം അവിടേക്ക് വന്ന സയന്റിസ്റ്റും അവസാനമായിട്ട് പോരിയൊക്കെ പൊരിഞ്ഞു വന്നേന്ന് പറഞ്ഞ് അയാൾ സന്തോഷിച്ച് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ ജിയോങ് അതേപോലെ ഇങ്ങേരെ കൊണ്ട് പോരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുവാണ് എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും കുക്കർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവൾക്ക് വിശ്വാസമാകും. അതേസമയം രാജാവും ഇവരെയൊക്കെ എന്തോ കൊല്ലാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് അവന് ഭയങ്കരമായിട്ട് ചൂടാകുമ്പം അയാളാണ് ആ ഗേറ്റിനകത്ത് എഴുതിട്ടേക്കൊന്ന് വായിച്ചു നോക്കില്ലെന്ന് ചോദിക്കും. അങ്ങനെ ഇത് കിട്ട് രാജാവിന് ദേഷ്യം വരുമ്പോ തന്നെ ജിയോങ് ആണ് മുമ്പേ പറഞ്ഞ പോലും സൈലന്റ് ആയിട്ടിരിക്കുന്ന പറഞ്ഞ് അവനെ സമ്മാനപ്പെടുത്തും. എന്നിട്ട് അവളും ഒരു കോമ്പറ്റീഷന് വേണ്ടി ഒരു കുക്കർ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ അയാൾ ആർക്കൊന്നും ചെയ്തു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവരൊക്കെ പുറത്തേക്ക് പോകാൻ പറയും. അതിനുശേഷം ഇവരെല്ലാരും കൂടെ ചേർന്ന് അയാളോട് വീണ്ടും വീണ്ടും ചോദിക്കുമ്പം അയാളാണ് അവസാനം അയാൾ സെറ്റപ്പ് ചെയ്ത് വെച്ച വെപ്പൺസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ട് ഇവർ ജീവൻ വേണം ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയുമ്പം രാജാവിനോട് ഭയങ്കര ദേഷ്യം വന്നോണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെ സംസാരിച്ച് അയാൾ വീടത്തിലെന്ന് പറഞ്ഞ് ജിയോങ് അവരെ സമ്മാനപ്പെടുത്തി അവരൊക്കെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഇവളെ സയന്റിസ്റ്റിനോട് പൊരിക്കകത്ത് ഇവള് തരുന്ന മസാലയൊക്കെ മിക്സ് ചെയ്ത് നോക്കുവാണ് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അവള് കൊടുത്തിട്ട് അങ്ങ് പോകും. അതിനുശേഷം ഇവള് പുറത്തേക്ക് വരുമ്പോൾ രാജാവാണ് ദേഷ്യത്തി ഇവൻ ആരാന്നറിഞ്ഞ അവൻ തന്നെ പേടിച്ച് ആ കുക്കർ നിക്കറൊക്കെ ഉണ്ടാക്കി തരും പറയുമ്പം ഇവളാണ് അങ്ങനെ ചോദിച്ചാൽ അയാൾ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഇവരൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ആ
ആ സമയത്താണ് വീണ്ടും അയാൾ അവിടുന്ന് പൊരി പൊട്ടിക്കുന്നത്. പക്ഷെ വീണ്ടും ഇതെന്തേലും സംഭവിക്കുമെന്ന് വിചാരിച്ച് രാജാവ് അവളെ സംരക്ഷിക്കുമ്പോൾ അവൾക്ക് വീണ്ടും ശയ്യാവും. അതിനേശം ഈ സയന്റിസ്റ്റും അവൾ അന്നോലെ മസാലയൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴാണ് ഇത് അവൾ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അയാളും പെട്ടെന്ന് ഈ മസാല എന്ന് പറഞ്ഞ് ഇവൾ ചോദിക്കുന്ന സാധനം ഉണ്ടാക്കി തരത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ഇവരൊക്കെ കൊട്ടാരത്തിൽ നിന്നാ വരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന് ഒരു ആവശ്യമുള്ളതുണ്ടാ ഇപ്പൊ സഹായം ചോദിച്ചു വന്നേന്ന് അവൾ അറിയുമ്പം അങ്ങേരാണ് ഇവർ ടാഗ് കണ്ടിട്ട് നിങ്ങളെല്ലാം രാജാവിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് അയാളും കുറച്ച് ഷോക്കിൽ ഇവർക്ക് എന്തോ സഹായം വേണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ആ പ്രഷർ കുക്കറിന്റെ പ്ലാനെ കാണിച്ചിട്ട് ഇതേപോലെ സാധനം അവൾക്ക് ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പം അയാൾ അവളെ മാത്രം അകത്തേക്ക് വിളിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന രാജാവ് അസൂയപ്പെട്ട് അവന് പുറകെ ചെല്ലാൻ നോക്കുമ്പം ഗൊങ്കിലാണ് അവനെ തടഞ്ഞിർത്തിയിട്ട് രാജാവിനെ സമാനപ്പെടാൻ പറയും. എന്നിട്ട് അകത്ത് വെച്ച് ഇവിടെ ജിയോങ്ങും ആ കുക്കർ എന്തോ സാധനം നിറഞ്ഞ് അവൾ കുറെ പറഞ്ഞു കൊടുക്കുമ്പം ഇങ്ങേരാണ് ഈ സംഭവമൊക്കെ ചെയ്യാറിയെങ്കിലും രാജ്യത്തിന് വേണ്ടി സഹായിക്കാൻ അങ്ങേര് തയ്യാറല്ലെന്ന് പറയും. കാരണം അയാൾ അവിടെ വെച്ച് എന്തോ സാധനം അറിയാതെ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തെ തന്നെ പുറത്തേക്കാക്കിയത്. അതുകൊണ്ട് അങ്ങനെ ഒരു രാജ്യത്തിന് എന്തിന് ഞാൻ സഹായിക്കണം എന്ന് പറഞ്ഞ് ഇയാളും പിണങ്ങിയൊക്കെ പോയി അവസാനം പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവളും പ്ലാൻ ഫ്ലോപ്പായി പുറത്തേക്ക് വരുമ്പം രാജാവാണ് ഇതിനെ ആദ്യമേ ഇവ രാജാവെന്ന് പറഞ്ഞ് അവനെ ടോർച്ചർ ചെയ്ത് ഇതൊക്കെ ചെയ്യിപ്പിച്ചേനെന്ന് പറയുമ്പം ഇത് കേൾക്കുന്ന അവളും അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ ഇവൾ ആദ്യം ഇവന്റെ അടുത്ത് രക്ഷപ്പെട്ട് പോകാൻ നോക്കിയതുപോലെ ആ സയന്റിസ്റ്റ് രക്ഷപ്പെട്ട പിന്നീട് കണ്ടെത്തി സമയം മൊത്തത്തിൽ പോകുമെന്ന് പറയും. അപ്പോഴാണ് രാജാവും അങ്ങനെയാണ് അവൻ ആദ്യം തന്നെ കെട്ടിയിട്ട് അവന്റെ കയ്യും കാലും വെട്ടിക്കളയെന്ന് പറഞ്ഞ അവൻ ഈ സാധനം പണിഞ്ഞരത്തില്ലെന്ന് ചോദിക്കുമ്പം ഇത് കേൾക്കുന്ന അവളും ഇങ്ങനെ എന്ത് ചെയ്താലും അയാളുടെ മനസ്സിലാ ചെയ്ത അയാൾ ചിലപ്പോൾ കൊളവാക്കിയായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇതിന് അങ്ങേരെ പേടിപ്പിക്കാതെ അയാളുടെ മനസ്സ് മാറ്റി വേണം അത് ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന രാജാവും എങ്കിൽ പിന്നെ എല്ലാവരും കൂടെ അയാളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഐഡിയ ആലോചിക്കാൻ വേണ്ടി പറയും. ഇതേ സമയം കൊട്ടാരത്തി രാജാവിന്റെ അമ്മൂമ്മക്ക് ഈ കാര്യം അറിയുമ്പം കൂടെയുള്ളവരൊക്കെ ചിലപ്പോ ആ കുക്കിനോട് രാജാവിന് ഇഷ്ടം തോന്നി കൂടെ പോയതായിരിക്കും എന്നറിഞ്ഞ് അവരൊക്കെ സത്യം കണ്ടെത്തും. പക്ഷെ ഇത് കേൾക്കുന്ന രാജാവിന്റെ അമ്മൂമ്മയും ദേഷ്യത്തി രാജാവിനെ കുറിച്ച് ഇവരൊക്കെ എന്തോ സംസാരിക്കുന്ന പറഞ്ഞ് അവൻ നാടിന് വേണ്ടിയ അവിടേക്ക് പോയെന്ന് ഇവരെല്ലാരെയും മിണ്ടാതാക്കും. അങ്ങനെ രാത്രി ഫുള്ളും ജിയോങ്ങായിട്ട് രാജാവ് ആ സയന്റിസ്റ്റിന്റെ വീടിന്റെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ജിയോങ് ഇല്ലെങ്കിലും അവൾ പഠിപ്പിച്ചു വെച്ച് ഇവരെല്ലാം ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് മറ്റേ മൊക്ചുന്റെ ഒരു കുക്കാണ് ഗിൽഗുമിനെ മാത്രം വിളിച്ചോണ്ടുപോയി സ്പീഡ് ഉള്ളിയൊക്കെ അരിയിപ്പിക്കാൻ വേണ്ടി അവൻ കുറേയിട്ട് വഴക്കുറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന വേറൊരു കുക്കാണ് ആ പാവം പെങ്കൊച്ചിനെ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ പുറത്തിരുന്ന് ഇത് കണ്ട് സംസാരിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ചൈനക്കാരും പാചകമൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതിലൊരു ലേഡി മാത്രം അവരുടെ നാട്ടിൽ മാത്രമുള്ള ഒരു വിലപ്പെട്ട സാധനം എടുത്തോണ്ടെന്ന് ഈ പ്രിൻസ് ജീസാനെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ ഇതിന് പകരം അവൾക്ക് ഇവിടത്തെ അവളൊരു പ്രധാനപ്പെട്ട കാര്യം വേണമെന്ന ഇപ്പൊ ഇയാളുടെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവിടെ രാജാവിന്റെ കൂട്ടത്തിലുള്ള എല്ലാരും കൂടെ ആ മഴയത്തും ഈ സയന്റിസ്റ്റിനെ മയക്കെടുക്കാനുള്ള ഐഡിയ എന്തോന്ന് അറിഞ്ഞ് അവരൊക്കെ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനമാണ് ഇവർക്കൊക്കെ ഒരു കാര്യം മനസ്സിലാകുന്ന ഈ സയന്റിസ്റ്റിന് കുട്ടിക്കാലത്ത് കഴിച്ച ഫുഡ് കുറെ മിസ് ചെയ്യുന്നു. കാരണം അയാൾ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയതാ. അതുകൊണ്ട് ഈ ഒരു ഫുഡ് ഇവളെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുവാണ് എങ്കിൽ പിന്നെ ആ മണത്തി അയാൾ മൊത്തത്തിൽ വീണോന്ന് അറിഞ്ഞ് ഇവളാണ് ഒരു പ്ലാൻ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഇവരെയൊക്കെ പെട്ടെന്ന് തന്നെ അതിനുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുമ്പം ആ സയന്റിസ്റ്റ് ഇതെല്ലാം വീട്ടിൽ നോക്കിയിട്ട് ഇവർ ഇപ്പോഴെങ്കിലും പോയെന്നറിഞ്ഞ് അയാൾ ആ പൊരിയും കഴിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ രാജാവിന്റെ ആൾക്കാർ തോറ്റിട്ട് പോയതല്ല, ഇയാളെ വീണ്ടും മയക്കെടുക്കാൻ വേണ്ടി കടയിലേക്ക് ചെന്ന. അതിനുശേഷം ജിയോങ്ങും അയാൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പം ഇവരെല്ലാം ആ സ്മെല്ല് അങ്ങോട്ടേക്ക് പോകുന്ന പോലെ കാറ്റൊക്കെ അടുപ്പിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവസാനം ഇതും മണപ്പിച്ച് ആ സയന്റിസ്റ്റ് പുറത്തേക്ക് വരുമ്പോഴാണ് ഫുഡ് ഇവരെ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞ് അയാളും ചെറിയ ചമ്മലോടൊക്കെ അടുത്ത് ചെല്ലണ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ജിയോങ്ങാണ് ഇതെന്ത് നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അയാളെ കുറെ കൊതിപ്പിക്കുമ്പം ഇവള് വന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയൊക്കെ പറയും. അങ്ങനെ അതുകൊണ്ട് അങ്ങേരും ഇവര് വിളിച്ചുകൊണ്ടൊന്നും അയാൾ കൊതി കിട്ടുന്ന വരത്തില്ലെന്ന് പറയുമ്പം അവരെല്ലാരും കൂടെ ഇങ്ങേറെ ഫ്രണ്ട് വെച്ച് തന്നെ കഴിച്ച് കുറെ അങ്ങ് വെള്ളം ഇറപ്പിക്കും. അതുകൊണ്ട് അയാളുടെ കൺട്രോൾ മൊത്തത്തിൽ പോയി ഇവരൊക്കെ കുറെ ചോദിച്ചോണ്ട് മാത്രം ഒന്ന് കഴിക്കാന്ന് പറഞ്ഞ് അടുത്തേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ചെയ്ത് അടുത്ത സെക്കൻഡ് ഇയാളുടെ കിളി മൊത്തത്തിൽ പോയി ഇത് പണ്ട് കഴിച്ച അതേ കുട്ടിക്കാലത്തെ ടേസ്റ്റാന്ന് പറഞ്ഞ് അയാൾക്കത് ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവരെ സഹായിക്കാൻ തീരുമാനിച്ച് രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിലും ഈ ആഹാരം ഉണ്ടാക്കി തന്ന ജിയോങ്ങിന് അയാള് സഹായിക്കാൻ തീരുമാനിക്കും. അതിനുശേഷം അങ്ങേരും ഇവളുടെ പ്ലാൻ അനുസരിച്ച് ആ കുക്കർ റെഡിയാക്കാൻ വേണ്ടി പോകുമ്പം ഗൊങ്കിലാണ് അങ്ങേരെ കൂടെ ചെന്ന് സഹായിച്ചോളം പറഞ്ഞിട്ട് രാജാവ് അവരെ വിളിച്ചോണ്ട് പാചകം ചെയ്യാനുള്ള എന്തെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ഐറ്റങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് തപ്പിയെടുത്തോണ്ട് വരാൻ പറയും. അങ്ങനെ അതുകൊണ്ട് ഇവരൊക്കെ കാട്ടിച്ചെന്ന് കുറെ സാധനങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് മറ്റേ ചൈനക്കാരിയും ആ പ്രിൻസ് ജീസാന്റെ അടുത്ത് നിന്ന് എന്തോ വാങ്ങിച്ചെന്ന് കാണിക്കുന്നത്. സത്യം പറഞ്ഞ അയാളുടെ ഇന്ന് ഇവള് മുളകൊടി വാങ്ങിക്കാൻ വേണ്ടിയാ പോയ. അങ്ങനെ അതുകൊണ്ട് ഇവൾ അത് വെച്ച് ഫുഡ് ഉണ്ടാക്കി നോക്കുമ്പോൾ ഇവൾക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെടും. അതിനുശേഷം ആ പാചകം ചെയ്യാൻ വന്ന ചൈനക്കാരി കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളും ഇവിടുത്തെ ആൾക്കാരൊക്കെ ചേർന്ന് ചീഫ് കുക്കായിട്ടുള്ള ജിയോങ്ങിനെ കൊല്ലാൻ നോക്കുവാന്ന് ഇങ്ങേരാണ് അറിയാൻ വരും. അതുകൊണ്ട് അന്ന് രാത്രി ഈ കാര്യം രാജാവിനെ അറിയിക്കാൻ വേണ്ടി അയാൾ മുഖമൊക്കെ മറിച്ച് ഇവിടുത്തെ 2 കുക്കിനെ കണ്ട് അയാൾ തരുന്ന ലെറ്റർ രാജാവിനെ ഏൽപ്പിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവർക്കാണ് മനസ്സിലാവും ഇതാ ചൈനക്കാരി വെള്ളം മുടിവെച്ച ആ പ്രായമായിട്ടുള്ള ആളാന്ന്.
അങ്ങനെ അയാൾ എന്തോ എഴുത്തന്നെന്ന് പറഞ്ഞ് ഇവരെ വായിക്കാൻ നോക്കുമ്പോൾ അതിനകത്ത് തന്നെ ഒന്നും കാണത്തില്ല. അതിനെ ശിവരിതെടുത്ത് രാജാവിന്റെ അടുത്ത് ഏൽപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ രാജാവ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചീഫ് സെക്രട്ടറിയും ഇതിനകത്തൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവനൊന്നും മനസ്സിലാവാതിരിക്കുമ്പോൾ രാജാവിന്റെ കൂടെയുള്ള മറ്റേ മുതിർന്ന വ്യക്തിയും അത് തീക്കകത്ത് വെച്ച് നോക്കിയിട്ട് ഇതിനകത്ത് എന്ത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് കാണിക്കും. അപ്പോഴാണ് ചീഫ് കുക്കിന്റെ ജീവന് ഡേഞ്ചറാന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതിയിട്ടേക്കുന്നത്. അങ്ങനെ അതോടെ അടുത്ത സെക്കൻഡ് തന്നെ ഇവരുടെ ആൾക്കാരായിട്ട് നേരെ അവരെ രക്ഷിക്കാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.